ദൈവനാമത്തിന് മഹത്വം. സിയോനിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ എന്നീ 4 ലേഖനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് പാസ്റ്റർ നെൽസൺ ലോറൻസ് കാരിച്ചാൽ. ആദ്യത്തെ ചോദ്യം, പൗലോസിനെ പിടിപ്പാൻ കാവൽക്കാരെ ഏർപ്പാടാക്കിയ സ്ഥലം ഏതാണ്? ഉത്തരം ദമസ്ക പട്ടണം. 2 കൊരിന്ത്യർ 11 അധ്യായം 32 വാക്യം. അടുത്ത ചോദ്യം, പൗലോസിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? ഉത്തരം തീത്തോസിനെ കാണാത്തപ്പോൾ. 2 കൊരിന്ത്യർ 2 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, മരണത്തെ ഉളവാക്കുന്നത് എന്താണ്? ഉത്തരം ലോകത്തിൻ്റെ ദുഃഖം. 2 കൊരിന്ത്യർ 7 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, നേരത്തെ ഞാൻ ദുഃഖിച്ചു, ഇപ്പോൾ സന്തോഷിക്കുന്നു, എന്തിനാലാണ്? ഉത്തരം കൊരിന്ത്യർ മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ. 2 കൊരിന്ത്യർ 7 അധ്യായം 8-9 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തേജസ് വർദ്ധിച്ചത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം നീതിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. 2 കൊരിന്ത്യർ 3 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തു മുഖാന്തരം പെരുകുന്ന 2 കാര്യങ്ങൾ ഏവ? ഉത്തരം കഷ്ടവും ആശ്വാസവും. 2 കൊരിന്ത്യർ 1 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, പ്രാപ്തിയുള്ളതുപോലെ കൊടുക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ട ഗുണം എന്താണ്? ഉത്തരം മനസ്സൊരുക്കം. 2 കൊരിന്ത്യർ 8 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, കൊരിന്ത്യരാൽ മനസ്സിന് തണുപ്പ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം തീത്തോസിന്. 2 കൊരിന്ത്യർ 7 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, യഹൂദന്മാർ നിമിത്തം പൗലോസ് ഒന്ന് കുറയെ എത്ര അടി കൊണ്ടു? എണ്ണം എത്രയാണ്? ഉത്തരം ഒന്ന് കുറയെ 40 അടി 5 വട്ടം, 195 അടി. 2 കൊരിന്ത്യർ 11 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം, തീത്തോസ് ആരംഭിച്ച പണപ്പിരിവ് ആർക്കു വേണ്ടിയായിരുന്നു? ഉത്തരം വിശുദ്ധന്മാർക്ക് വേണ്ടി. 2 കൊരിന്ത്യർ 8 അധ്യായം 22, 9 അധ്യായം 1 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, 2 കൂട്ടരെ ഒരാളിൽ ഉറപ്പിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും ആരാണ്? ഉത്തരം ദൈവം. 2 കൊരിന്ത്യർ 1 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം, പൗലോസിൻ്റെ പത്രം ആരാണ്? ഉത്തരം കൊരിന്ത്യർ. 2 കൊരിന്ത്യർ 3 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ശുശ്രൂഷയ്ക്ക് കാരണം എന്താണ്? ഉത്തരം കരുണ. 2 കൊരിന്ത്യർ 4 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, ദൈവസ്നേഹം ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം സന്തോഷത്തോടെ കൊടുക്കുന്നവന്. 2 കൊരിന്ത്യർ 9 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, സമ്പത്ത് ധാരാളമുണ്ടായിരുന്നിട്ടും ദരിദ്രനായി മാറിയത് ആരാണ്? ഉത്തരം യേശു ക്രിസ്തു. 2 കൊരിന്ത്യർ 8 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് പ്രശംസിക്കുന്നത് ഏതിലാണ്? ഉത്തരം തൻ്റെ ബലഹീനതയിൽ. 2 കൊരിന്ത്യർ 12 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് മക്കദോന്യയ്ക്ക് പോകുവാൻ കാരണം എന്താണ്? ഉത്തരം മനസ്സിൻ്റെ സ്വസ്ഥതയില്ലായ്മ.
2 കൊരിന്ത്യർ 2-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ നിരപ്പിച്ചിട്ട് ശിഷ്യന്മാരിൽ ഭാരമേൽപ്പിച്ചത് എന്താണ്? ഉത്തരം, നിരപ്പിന്റെ വചനം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം, സുഖകരമല്ലാത്ത അനുഭവം പൗലോസിനുണ്ടായത് എവിടെ വെച്ചാണ്? ഉത്തരം, മക്കദോന്യയിൽ വെച്ച്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, വിശാല ഹൃദയം ഇല്ലാത്തവർ ആരാണ്? ഉത്തരം, കൊരിന്ത്യർ. കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, 2024 വർഷങ്ങൾക്ക് മുൻപ് ദൈവം സുവിശേഷം അറിയിച്ചത് ആരോടാണ്? ഉത്തരം, അബ്രഹാമിനോട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് ശരീരത്തിൽ വഹിക്കുന്നത് എന്താണ്? ഉത്തരം, യേശുവിൻ്റെ ചൂടടയാളം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, എല്ലാ നന്മയിലും ഓഹരി കൊടുക്കേണ്ടത് ആരാണ്? ഉത്തരം, വചനം പഠിക്കുന്നവൻ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെട്ടവൻ ഏതിൽ നിന്നാണ് വീണുപോയത്? ഉത്തരം, കൃപയിൽ നിന്ന്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തുവിനുള്ളവർ ആരുടെ സന്തതിയാണ്? ഉത്തരം, അബ്രഹാമിൻ്റെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 29-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ശിക്ഷാവിധി ചുമക്കേണ്ടി വരുന്നത് ആർക്കാണ്? ഉത്തരം, കലക്കുന്നവന്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, പത്രോസ് സുവിശേഷം അറിയിച്ചത് ആരുടെ ഇടയിലാണ്? ഉത്തരം, പരിച്ഛേദനക്കാരുടെ ഇടയിൽ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, അബ്രഹാമിന് അവകാശം കിട്ടിയത് എങ്ങനെയാണ്? ഉത്തരം, വാഗ്ദത്തത്താൽ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദരിദ്രരെ മറക്കരുത് എന്ന് പറഞ്ഞവർ ആരാണ്? ഉത്തരം, യാക്കോബും കേഫാവും യോഹന്നാനും. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9, 10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഉപദ്രവം സഹിച്ചവർ ഉപദ്രവിച്ചവന്റെ പ്രസംഗം കേട്ട് സന്തോഷിച്ചു. ആരുടെ പ്രസംഗം കേട്ടാണ് സന്തോഷിച്ചത്? ഉത്തരം, യഹൂദ്യയിലെ ക്രിസ്തുസഭ പൗലോസിന്റെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 22, 24 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹൂദന്മാരാൽ തെറ്റിപ്പോയത് ആരാണ്? ഉത്തരം, ബർന്നബാസ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവൻ ആരുടെ ദാസൻ ആകുകയില്ല? ഉത്തരം, ക്രിസ്തുവിൻ്റെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കുവാൻ വന്നവർ ആരാണ്? ഉത്തരം, നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, ആരംഭം എങ്ങനെ, അവസാനം എങ്ങനെ? ഉത്തരം, ആരംഭം ആത്മാവിൽ, അവസാനം ജഡത്തിൽ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം
3-ാം വാക്യം. അടുത്ത ചോദ്യം, പൗലോസിന് മുഖപരിചയമില്ലാതെ ഇരുന്ന ക്രൈസ്തവ സഭ എവിടെയുള്ളതായിരുന്നു? ഉത്തരം, യഹൂദ്യയിൽ. ഗലാത്യലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഓരോരുത്തൻ ശോധന ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം, താൻ്റെ പ്രവൃത്തി. ഗലാത്യലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, മീതെയുള്ള യെരൂശലേമിൻ്റെ പ്രത്യേകത എന്താണ്? ഉത്തരം, സ്വതന്ത്ര. ഗലാത്യലേഖനം 4-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ന്യായപ്രമാണത്തിൻ്റെ സംഗ്രഹം എന്താണ്? ഉത്തരം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഗലാത്യലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം, പൗലോസ് അറിയിച്ച സുവിശേഷം എങ്ങനെയുള്ളത് അല്ലായിരുന്നു? ഉത്തരം, മാനുഷികമല്ല. ഗലാത്യലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നവർ എന്ത് സഹിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്? ഉത്തരം, ക്രൂശ് നിമിത്തം ഉപദ്രവം. ഗലാത്യലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, വചനം എങ്ങനെ സംസാരിക്കാനാണ് പൗലോസ് ആഗ്രഹിച്ചത്? ഉത്തരം, പ്രാഗൽഭ്യത്തോടെ. എഫേസ്യലേഖനം 6-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം, കൃപയാൽ രക്ഷിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ. എഫേസ്യലേഖനം 2-ാം അധ്യായം 5-1 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് എന്താണ്? ഉത്തരം, ശരീരമായ സഭ. എഫേസ്യലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു പ്രയോജനവുമില്ലാതെ നടക്കുന്നവരെ പോലെ നടക്കരുത്. അവർ ആരാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ഉത്തരം, ജാതികൾ. എഫേസ്യലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, ദൂരസ്ഥരായിരുന്നവർ ക്രിസ്തുയേശുവിൽ സമീപസ്ഥരായി തീർന്നു. എങ്ങനെയാണ് സമീപസ്ഥരായി തീർന്നത്? ഉത്തരം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ. എഫേസ്യലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, സ്വർഗത്തിലുള്ളത് ആരാണ്? ഉത്തരം, യജമാനൻ, കർത്താവ്. എഫേസ്യലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ആരുടെ കൂട്ടാളികൾ ആകരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ഉത്തരം, അനുസരണം കെട്ടവരുടെ. എഫേസ്യലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, കൈകൊണ്ട് അധ്വാനിക്കേണ്ടത് ആരാണ്? ഉത്തരം, കള്ളൻ. എഫേസ്യലേഖനം 4-ാം അധ്യായം 28-ാമത്തെ വാക്യം. സത്യത്തിൻ്റെ ഫലം എന്താണ്? ഉത്തരം, നീതിയും വിശുദ്ധിയും. എഫേസ്യലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എഫേസ്യരുടെ ആശ്വാസത്തിനായി അയക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം, തിഹിക്കോസ്. എഫേസ്യലേഖനം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്
എങ്ങനെയാണ്? ഉത്തരം വിശ്വാസത്താൽ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഉറക്കത്തിൽ നിന്നും ഉണർന്നാലുള്ള പ്രയോജനം എന്താണ്? ഉത്തരം ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കർത്താവിനെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കേണ്ടത് ആരെയാണ്? ഉത്തരം യജമാനന്മാരെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ശാസിക്കേണ്ടത് എന്തിനെയാണ്? ഉത്തരം ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം, യേശുവിൻ്റെ രക്തത്താൽ ഏതു തരത്തിലുള്ള വീണ്ടെടുപ്പാണ് നമുക്ക് ലഭിക്കുന്നത്? ഉത്തരം അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തു വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് എന്താണ് ഉണ്ടാക്കിയത്? ഉത്തരം സമാധാനം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പ്രാഗൽഭ്യത്തോടെ പൗലോസ് അറിയിച്ചത് എന്താണ്? ഉത്തരം സുവിശേഷത്തിൻ്റെ മർമ്മം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം.